കേരളത്തിൻ്റെ പ്രത്യേകത ഓർഗനൈസ് സെക്ടറിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വൻ ജമ്പ് ഉണ്ടായിരിക്കും തൊഴിലാളികളുടെ എണ്ണത്തിൽ. ഇന്ത്യയിൽ ആവറേജ് 25 തന്നെ തുടരുമ്പോൾ നമ്മൾ 26 നിന്ന് 44 45% മാറിയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഒരു മാനുഫാക്ചറിങ് സെക്ടറിലേക്കുള്ള നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റം കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ സംഭവിക്കുന്നു. അത് നമ്മളെല്ലാവരും അഭിമാനിക്കുകയും അതാത് മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പ്രചരിപ്പിക്കുക തന്നെയാണ് അവരെല്ലാം ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ പി രാജീവ്, നമ്മൾ സമയം അധികരിക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് അധിക സമയം എടുത്ത് തന്നെ ഞാൻ താങ്കളോട് ഈ കാര്യങ്ങൾ ചോദിച്ചത്. ഇത് ജനങ്ങൾ ബോധ്യമാകാൻ അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ഒരു സംരംഭക ചലഞ്ച് എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ പോയി ഇന്നലെ ഇത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കി, വെറുതെ രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ എളുപ്പമാണ്, വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ രജിസ്ട്രേഷൻ നടക്കും. അടുത്ത നടപടികൾ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്കൊരു സംരംഭം തുടങ്ങാമാവും എന്ന് ഒരു സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ സംരംഭക ചലഞ്ച് എന്ന് പറയുന്ന ഒരു ആശയം സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനൊരു പദ്ധതി ഞാൻ ചോദിച്ചതാണ്. ഇതിനേക്കാൾ വലിയ ചലഞ്ച് ഏതാണ് ഒരു സ്റ്റേറ്റ് ഏറ്റെടുക്കേണ്ടത്? ആ സ്റ്റേറ്റ് ഏറ്റെടുത്തല്ലോ. ഒരു വർഷം 1 ലക്ഷം. ഞാനത് ചർച്ച ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വരൂ, നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുമതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിന്റെ വക റീഫണ്ട് തരും, അല്ലെങ്കിൽ സർക്കാർ ഇന്ന രീതിയിൽ നിങ്ങളോട് അത് വിശദീകരിക്കും എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് മിനിസ്റ്റർക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രതിപക്ഷം അതാണല്ലോ ആരോപിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഡോക്ടർ അരുൺ നമ്മൾ ഈ നിയമപരമായ സംവിധാനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ നിയമം എന്താ? നിയമം നടപ്പിലാക്കാൻ ഏതൊരു ഉദ്യോഗസ്ഥനും ബാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ നിയമം തന്നെ 3.5 വർഷത്തേക്ക് നമ്മൾ പാസ്സാക്കി. വലിയ നിക്ഷേപമാണോ? ഒരു ബോർഡ് അത് നിയമസഭ പാസ്സാക്കിയ നിയമമാണ്. ഒരു ബ്യൂറോ രൂപീകരിച്ചു. 7 ദിവസം കൊണ്ട് എല്ലാ രേഖകളും സഹിതം അപേക്ഷ നൽകിയാൽ കോമ്പോസിറ്റ് ലൈസൻസ് നൽകണം. ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം. വ്യവസായ വകുപ്പിന് നിലവിൽ ഒരു വ്യവസായം ആരംഭിക്കാൻ ലൈസൻസ് കൊടുക്കാനുള്ള അധികാരമില്ല. മറ്റു പല വകുപ്പുകളിലാണ്. അവരെല്ലാം നമ്മൾ ഏകോപിച്ചൊരു ബ്യൂറോ കൊണ്ടുപോകുന്നു. പരാതി ഉണ്ടോ? ഇപ്പോൾ ഡോക്ടർ ആരും ചോദിച്ചു, വന്നില്ലെങ്കിൽ തുടങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ പറഞ്ഞു ഇനി ചലഞ്ച് എങ്ങനെയാണ്? IIM ഇൻഡോറിൻ്റെ ഒരു പഠനം വന്നിരിക്കുന്നു. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ 82 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി ഇതേ പദ്ധതി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ പദ്ധതിയുടെ ഇത് അവതരിപ്പിക്കാനായി മാർച്ച് 28-29 വാഷിംഗ്ടണിൽ ചേരുന്നതിൽ പേപ്പർ അവതരിപ്പിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ അംഗീകാരം നാടിന് കിട്ടാനുണ്ടോ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ നേട്ടം മസൂറിയിൽ എടുക്കാനായിട്ട് KSIDC MD ശ്രീ ഹരികിഷോറിനെ ഇത്തവണത്തെ ബാച്ചിൽ വിളിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ ആരോഗ്യമല്ലാതെ വ്യവസായത്തെക്കുറിച്ച് ഒരു ഇതുണ്ടായിരുന്നില്ല ഇതേവരെ. പ്രൈം മിനിസ്റ്ററുടെ ബെസ്റ്റ് മോഡൽ ഇൻ MSME ഈ പദ്ധതി കിട്ടി. നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്ററുടെ ബെസ്റ്റ് മോഡൽ ഓഫ് MSME കിട്ടി. ഇൻഡോർ IIMന്റെ അംഗീകാരം വന്നു. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം വന്നു. കേരളത്തിലെ സംരംഭക സമൂഹം വരിയായി ഇന്നത് സാക്ഷ്യപ്പെടുത്തുന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, FICCI, CIA, ട്രായ്, അസോച്ചം എല്ലാവരും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മുടെ ഊർജ്ജമ്പനൊക്കെ നിങ്ങൾ നോക്കൂ. കേരളത്തിൻ്റെ ഈ ചിത്രത്തെ മാറ്റി തീർക്കാൻ ഞങ്ങൾ നടത്തി വലിയൊരു അധ്വാനമുണ്ട്. ഇതെല്ലാം നമ്മുടെ വെറുതെ സമയം പാഴാക്കി. ഇപ്പം ഇന്നലെ ഞാൻ ഇത്രയും പത്രസമ്മേളനം 1 മണിക്കൂറോളം നടത്തേണ്ടി വന്നു. ഞാനിന്ന് ഇറ്റാലിയൻ ഡൈനാമൈറ്റിൻ്റെ വലിയൊരു പരിപാടിയുടെ പോകേണ്ട സമയത്ത് എടുത്തിട്ടാണ് അതിലേക്ക് പോയത്. അപ്പം നമ്മുടെ ഊർജ്ജം എന്തിനൊക്കെ ചെലവഴിക്കണം? ശരി, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കോളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏത് നോക്കിക്കോളൂ, ഡാഷ്ബോർഡ് വരാം. ഏത് രൂപത്തിൽ നമുക്ക് നോക്കാം. അതിലേക്കല്ല ഇപ്പൊ ഈ ഘട്ടത്തിൽ എനിക്ക് കേരളത്തോടും പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. കേരളത്തിന് ഏറ്റവും ബെസ്റ്റായി നമ്മൾ നിൽക്കുന്നു. നല്ല നിക്ഷേപത്തിന്റെ പ്രഖ്യാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നു. വിഴിഞ്ഞം പോർട്ട് നൽകുന്ന വലിയ പൊട്ടൻഷ്യൽ വരുന്നു. പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ വരുന്നു. ഇന്നലെ നോക്കൂ, ഷിപ്പ് യാർഡിന്റെ പുതിയ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. IBM 1 വർഷത്തിനുള്ളിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യമായി 2 ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നാടിന്റെ മുൻപിൽ അവതരിപ്പിച്ച് 21-22 കേരളത്തിന്റെ ഗതിയെ മാറ്റുന്ന നമ്മുടെ ഭാവി തലമുറയോട് താല്പര്യമുണ്ടെങ്കിൽ, നാടിനോട് താല്പര്യമുണ്ടെങ്കിൽ, കേരളീയരും കേരള വിരുദ്ധരും എന്നതിലേക്ക് പോകാതെ കേരള വിരുദ്ധത നിൽക്കുന്ന കേരള ശത്രുക്കളും കേരളീയതയിലേക്ക് വരേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ഒരു കാര്യം കൂടി, ഈ ശശി തരൂരിന്റെ ലേഖനവും തുടർന്നുള്ള ചർച്ചകളും ആ അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചു എന്നൊരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? അല്ല, ഞങ്ങൾ എത്ര പറഞ്ഞാലും ഇതൊന്നും നിങ്ങൾ ഒറ്റ ന്യൂസ് അവർ ചർച്ച ചെയ്തിട്ടില്ല. ഇയർ ഓഫ് എന്റർപ്രൈസസ് ഒന്നും ഒരു ന്യൂസ് അവരും ചർച്ച ചെയ്തില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം 28-1 28 എങ്ങാനും 29 ചാടിയിരുന്നെങ്കിൽ ആരെങ്കിലും ഈ മാനദണ്ഡം ചർച്ച ചെയ്യോ?
എടുത്തിട്ട് നമ്മൾ എയറിൽ നിർത്തിയനില്ലേ. ഇപ്പൊ ദാവോസിൽ പോയിട്ട് ദാവോസിന്റെ ഔദ്യോഗിക ഡിക്ലറേഷനിൽ ആദ്യത്തെ പദ്ധതി കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലിയാണ്. ഔദ്യോഗികമായിട്ടുള്ള ഡിക്ലറേഷനിൽ ഒരു മാധ്യമം എടുത്തില്ല. എന്നാൽ അപ്പുറത്തിരിക്കുന്ന 1 കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ഫട്നാവിസും ഇപ്പുറത്തിരിക്കുന്ന ചന്ദ്രശേഖരും നേരത്തെ ക്യാബിനറ്റ് അംഗീകരിച്ച MOU ഒപ്പുവെച്ചു എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതി ഒരു തർക്കം അന്വേഷിക്കാൻ പോയ, വ്യവസായവുമായി ബന്ധപ്പെട്ട തർക്കം അന്വേഷിക്കാൻ പോയ പഞ്ചായത്തിലെ സർപഞ്ചിനെ അടിച്ചു കൊന്നു. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ എത്ര ദിവസം ന്യൂസ് അവർ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ വ്യവസായ മേഖലയിലെ മാറ്റങ്ങളൊന്നും ന്യൂസ് അവറിൽ വരാതിരുന്ന ഈ 3.5 വർഷത്തിനുള്ളിൽ ശശി തരൂരിൻ്റെ ലേഖനം വന്നപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനും ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അവർ ശശി തരൂർ എഴുതിയത് ഇന്ത്യൻ എക്സ്പ്രസിൽ മാത്രമായതുകൊണ്ട് ഒരു ചെറിയ വായനാ സമൂഹത്തിൽ മാത്രം ഒതുങ്ങുമായിരുന്ന വിഷയം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യാൻ അവസരം നൽകിയതിന് മുൻ പ്രതിപക്ഷ നേതാവിനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുവരെയുള്ള വിവാദങ്ങളെല്ലാം അവിടെ നിർത്തി അവരെല്ലാവരും വന്ന് കേരളത്തെ ഷോക്കേസ് ചെയ്യാനാണ് ഈ ഘട്ടത്തിൽ സമയമുണ്ടെങ്കിൽ അവസാനിപ്പിക്കണം. കാര്യം സമയം എക്സീഡ് ചെയ്തു, അതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി, ഇപ്പൊ നമ്മളിപ്പോ ബംഗാൾ ഇപ്പോ 8 ദിവസം തുടർച്ചയായിട്ട് പരസ്യമായിരുന്നു, 20 കോടിയായിരുന്നു. ചന്ദ്രബാബു നായിഡു 100 പേരുമായിട്ടാണ് ഒരു മാസം ദാവോസിൽ വന്നത്. അപ്പൊ ആ പണമൊന്നും മുടക്കാതെ നിങ്ങൾ എല്ലാവരും കുറച്ച് സമയം നൽകിയതിന് പ്രത്യേകം നന്ദി. താങ്ക് യു പി രാജീവ്.